കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള മലയാള നാടകവേദിയിലെ അവിസ്മരണീയ സ്ത്രീ കഥാപാത്രങ്ങളെ തെരുവിൽ പുനരവതരിപ്പിച്ച് വേറിട്ട വിളംബര യാത്രയുമായി വനിതാ സാഹിതി. അവൾ സ്വതന്ത്രയായി അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം അവൾക്കില്ല. പൂതണക്കാട്ടേക്കാണ് കൊടുക്കണത്, എന്നെ കൊടുക്കണത് പൂതണക്കാട്ടേക്കാണെന്നും മൂന്നാം വേലിക്കാണെന്നും ഒക്കെ അമ്മേ നങ്ങമേടത്തെയും കൂടെ പറയണ കേട്ടു. ഞാൻ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യാ? അരങ്ങിൽ നിന്നിറങ്ങി തെരുവിൽ അണിനിരുന്ന കഥാപാത്രങ്ങൾ കൗതുക കാഴ്ചയായി. വനിതാ സാഹിതി ഈ മാസം 25 മുതൽ 28 വരെ പീച്ചിയിൽ സംഘടിപ്പിക്കുന്ന തട്ടകം വനിതാ നാടക ശില്പശാലയുടെ ഭാഗമായുള്ള വിളംബര യാത്രയിലാണ് വിവിധ മലയാള നാടകങ്ങളിലെ കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങൾ അണിനിരുന്നത്. കേരള സാഹിത്യ അക്കാദമിയിൽ നിന്ന് ആരംഭിച്ച വിളംബര യാത്ര കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലെത്തിയ ശേഷം കഥാപാത്രങ്ങൾ തെരുവ് വായനശാലയ്ക്ക് തങ്ങൾ കഥാപാത്രങ്ങളായ നാടക പുസ്തകങ്ങൾ സമ്മാനിച്ചു. ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങൾ അണിയണിയായി നഗരവീഥിയിലൂടെ കടന്നു വന്നത് കാണികളിൽ കൗതുകം പകർന്നു. ഇരുണ്ട കാലഘട്ടത്തിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങിലെത്തിയ വീട്ടിയുടെ ഇട്ടിപ്പാപ്പി, ചെറുകാടിന്റെ സ്വതന്ത്രയിലെ പത്മാവതി, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം കാണിച്ചു തന്ന MRBയുടെ നായിക, KT മുഹമ്മദിന്റെ ആമിന, K ദാമോദരന്റെ പാട്ടബാക്കയിലെ നായിക, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കയിലെ മാല, NN പിള്ളയുടെ കാപാലിക, ലങ്കാലക്ഷ്മിയിലെ മണ്ടോതിരി തുടങ്ങി 15 നാടകങ്ങളിലെ കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങൾ നാടകത്തിലെ സംഭാഷണം അവതരിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് ജീവൻ പകർന്ന കൃതികൾ തെരുവ് വായനശാലയ്ക്ക് സമ്മാനിച്ചത്. ഡെപ്യൂട്ടി മേയർ ML റോസി, ചലച്ചിത്ര നടി കൃപ എന്നിവർ ചേർന്ന് നാടക പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. വനിതാ സാഹിതി സംസ്ഥാന ട്രഷറർ ഡോക്ടർ ഷീല, ഡോക്ടർ PK കുശലകുമാരി, റീബ പോൾ, നാടക പ്രവർത്തകൻ KV ഗണേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൾച്ചറൽ ഡെസ്ക് TCV.